മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു +2 ബോട്ടണി ക്ലാസ്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് തേർഡ് ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് പോർഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ അഥവാ SCP, സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറേ സീരിയൽസ്, പൾസസ്, അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെയാണ്. അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു ഫുഡ് ഐറ്റമാണ്. ഇറ്റ് ഈസ് ദ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഫോർ ആനിമൽ ആൻഡ് ഹ്യൂമൻ ന്യൂട്രീഷൻ. ഹ്യൂമൻ ബീയിങ്സിന് അതുപോലെ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് SCPയെ, സിംഗിൾ സെൽ പ്രോട്ടീനെ കണക്കാക്കാം. So SCP, it is the microbial biomass which used as food, rich with protein, minerals, fat, carbohydrate and vitamin. അപ്പോൾ മൈക്രോബ്സ് ആണ്, അധികവും മൈക്രോബ്സ് ആണ്, മൈക്രോബിയൽ ബയോമാസ് ആണ് യൂസ്ഡ് ആസ് ഫുഡ്. ഓക്കെ, പ്രോട്ടീനും മിനറൽസും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യലായിട്ടുള്ള എലമെൻറ്റ്സ്, എസെൻഷ്യൽ കമ്പോണൻസും അടങ്ങിയ ഒരു ഫുഡ്, ആൾട്ടർനേറ്റീവ് ഫുഡാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. SCP നമുക്ക് ഫുഡ് ഐറ്റമായിട്ട് അവൈലബിൾ ആകുന്നത് ക്യാപ്സ്യൂൾസിൻ്റെ രൂപത്തിലും അതുപോലെ പൗഡേർഡ് ഫോമിൻ്റെ രൂപത്തിലൊക്കെയാണ് SCP ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. SCPക്ക് കോമൺ ആയിട്ട് പറയാവുന്ന എക്സാമ്പിൾസ് ആണ് സ്പൈറുലീന, ദെൻ മെത്തിലോഫിലസ് മെത്തിലോട്രോപ്പസ്, മഷ്റൂംസ് എക്സെട്ര. അപ്പോൾ ഇതിൽ അധികവും മൈക്രോബ്സ് ആണ്, മൈക്രോബിയൽ ബയോമാസ്. സ്പൈറുലീന ഒരു മൈക്രോ ഓർഗാനിസമാണ്, മെത്തിലോഫിലസ് മെത്തിലോട്രോപ്പസ് ആയാലും ഒരു മൈക്രോ ഓർഗാനിസമാണ്, മഷ്റൂം ഒരു മൈക്രോ ഓർഗാനിസമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കഴിക്കാൻ എടുക്കുന്നത് എഡിബിൾ പാർട്ട് അതിൻ്റെ ബെസിഡിയോ കാർപ്പാണ്. അപ്പോൾ അത് മൈക്രോ സ്ട്രക്ചറാണ്. ഓക്കെ, വലിയ ബോഡിയാണ്, നമുക്ക് നേക്കഡായി കൊണ്ട് കാണാം. പക്ഷേ ആക്ച്വലി മഷ്റൂം ഒരു മൈക്രോ ഓർഗാനിസം തന്നെയാണ്, അതിൻ്റെ ഹൈഫേ മൈക്രോസ്കോപ്പിക്കാണ്. ദെൻ സ്പൈറുലീന ആയാലും മെത്തിലോഫിലസ് മെത്തിലോട്രോപ്പസ് ആയാലും മഷ്റൂംസ് ആയാലും ദേ ആർ റിച്ച് വിത്ത് പ്രോട്ടീൻസ്. അതുകൊണ്ട് തന്നെ കൺസംഷൻ ഓഫ് SCP പോലുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാൽന്യൂട്രീഷൻ പോലുള്ള കുറേയധികം പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ SCPക്ക് അതല്ലാതെ കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കണം. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് SCP? SCPയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇറ്റ് ഈസ് ഈസി ടു ഗ്രോ. ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഇൻ മെറ്റീരിയൽസ് ലൈക്ക് വേസ്റ്റ് വാട്ടർ. പൊട്ടറ്റോ പ്ലാന്റിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറിലൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ന്യൂട്രിയൻ റിച്ച് ആണ്, റിച്ച് വിത്ത് പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ വിറ്റമിൻസ് ഒക്കെ എൻറിച്ച്ഡ് ആയ ഒരു ഫുഡാണ്. അപ്പോൾ രണ്ട് അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത്, ഒന്ന് ന്യൂട്രിയൻ റിച്ച് ആണ്, രണ്ടാമത് ഈസി ടു ഗ്രോ. ഏത് വേസ്റ്റ് വാട്ടറിലും അതുപോലെ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും, റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട്. മൈക്രോ ഓർഗാനിസം ആണല്ലോ, അതുകൊണ്ട് ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഈസി ടു ഗ്രോ, വേസ്റ്റ് വാട്ടറിൽ അത് ഗ്രോ ചെയ്യും, അതുപോലെ സീവേജിനകത്തൊക്കെയാണ് ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ അത് കരുതി നമുക്ക് ഇമ്പ്യൂർ ഫോമിലല്ല അത് അവൈലബിൾ ആകുന്നത്. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് അത് അവൈലബിൾ ആകുന്നത്. ഓക്കെ, ദെൻ അനദർ അഡ്വാൻറ്റേജ്, ഇറ്റ് റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് വാട്ടറിനകത്തൊക്കെയാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ആ വേസ്റ്റ് വാട്ടറിനെയൊക്കെ ഒരു വിധത്തിൽ അത് എന്ത് ചെയ്യും, പൊല്യൂട്ടഡ് എന്നുള്ള കണ്ടീഷനിൽ നിന്ന് കുറച്ചുകൂടെ പ്യുവർ ഫോമിലേക്കാക്കി മാറ്റും വേസ്റ്റ് വാട്ടറിനെ. അങ്ങനെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറയ്ക്കും. ദെൻ ഹൈ ഈൽഡാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു മൈക്രോ ഓർഗാനിസമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു വലിയൊരു ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേസ്റ്റ് വാട്ടറിൽ അല്ലെങ്കിൽ സീവേജിനകത്തൊക്കെ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് മാക്സിമം മൾട്ടിപ്ലൈ ചെയ്ത് റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ, അതിൻ്റെ ബയോമാസ് കണ്ടൻറ്റ്, അതിൻ്റെ ബയോമാസിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടും. ഇതിനൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമ്പം കുറഞ്ഞ സമയത്തിൽ തന്നെ കൂടുതൽ ഈൽഡ് കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ SCP നമുക്ക് പറയാവുന്ന ഒരു പോയിൻ്റാണ്, SCP വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ഹൈ ഈൽഡാണ്, വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ
കൂടുതൽ ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എമൗണ്ട് SCP പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനെ കാണിക്കുന്ന ഒരു ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് എ 250 kilogram കൗ പ്രൊഡ്യൂസ് 200 grams ഓഫ് പ്രോട്ടീൻ പെർ ഡേ. 250 കിലോ വെയിറ്റുള്ളൊരു കൗ ഒരു ദിവസം 200 ഗ്രാം പ്രോട്ടീനാണ് അതിൻ്റെ മിൽക്കിലൂടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് 250 grams ഓഫ്, കിലോഗ്രാം അല്ല കേട്ടോ, 250 grams ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് മെഥിലോഫിലസ് മെഥിലോട്രോപ്പസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് 25 tons ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അത്രയും എമൗണ്ട് ആണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിനകത്ത് തന്നെ ഇഷ്ടം പോലെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര കണ്ട് ബയോമാസ് പ്രൊഡക്ഷൻ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ സോഴ്സും പിന്നെ SCPയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കാണിക്കുന്ന ഒരു ഡാറ്റയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മെഥിലോഫിലസ് മെഥിലോട്രോപ്പസിൻ്റെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബയോമാസ് പ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു ഡാറ്റ കൂടി അതിനകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. ദെൻ ഇനി നമുക്ക് അടുത്തത് കവർ ചെയ്യാനുള്ള ഏരിയ ആണ് ടിഷ്യൂ കൾച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. കൾച്ചറിങ് ഓഫ് പ്ലാന്റ് സെൽ, ടിഷ്യൂ ഓർ ഓർഗൻ ഇൻ സ്യൂട്ടബിൾ മീഡിയം ടു റീജനറേറ്റ് ഹോൾ പ്ലാന്റ്. ഓക്കെ, മെയിനായിട്ടും പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കാനാണ്. കൾച്ചറിങ് ഓഫ് പ്ലാന്റ് സെൽ, ടിഷ്യൂ ഓർ ഓർഗൻ ഇൻ സ്യൂട്ടബിൾ മീഡിയം അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ടു റീജനറേറ്റ് ഹോൾ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൽ നിന്ന്, പ്ലാന്റിൻ്റെ ഒരു സെല്ലെടുത്ത് ഒരു ടിഷ്യൂ എടുത്ത് അതിനെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പുതിയ എൻറ്റയർ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ഇപ്പം വളരെ എമർജിങ് ആയ, ഫാസ്റ്റ് ഗ്രോയിങ് ആയ, എഫിഷ്യൻ്റായ ഒരു സിസ്റ്റം കൂടിയാണ്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന വളരെ എഫിഷ്യൻ്റായ ഒരു ടെക്നിക്ക് കൂടിയാണ് ടിഷ്യൂ കൾച്ചർ. ഇനി ദ പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഫോർ ടിഷ്യൂ കൾച്ചർ. ഏത് പ്ലാന്റ് പാർട്ടിനെയാണോ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിന് യൂസ് ചെയ്യുന്നത് അതിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുക. എക്സ്പ്ലാന്റ്. ദെൻ ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ സെല്ലുലാർ ടോട്ടിപൊട്ടൻസി. ഓക്കെ, എന്താണത്? എബിലിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ടു റീജനറേറ്റ് ഹോൾ പ്ലാന്റ്. പ്ലാന്റ് സെല്ലിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആനിമൽ സെല്ലിന് ആ ഒരു പെക്യുലാരിറ്റി ഇല്ല. അതിൽ നിന്നും ഒരു പുതിയൊരു എൻറ്റയർ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് സെല്ലുലാർ ടോട്ടിപൊട്ടൻസി. അതുള്ളത് കൊണ്ടാണ് ടിഷ്യൂ കൾച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. Then tissue culture also known as micropropagation. Why? Through tissue culture, large number of plants can be produced within short period of time. വളരെ കുറഞ്ഞ സമയം കൊണ്ട് thousands of plantsനെ നമുക്ക് ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രധാനമായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ആണ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഡിസീസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. സീഡ്ലെസ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ടിഷ്യൂ കൾച്ചറിലൂടെ പോസിബിൾ ആവുന്ന ഒരു ടെക്നിക്കാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്താണ്, അതിൻ്റെ പ്രധാനമായിട്ട് വരുന്ന അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ മൈക്രോ പ്രൊപ്പഗേഷൻ എന്നും കൂടെ പറയാറുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഒന്നുകൂടെ പറയാം. ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അതും എല്ലാത്തിനും ഒരേ ക്വാളിറ്റീസ് ഉണ്ടാവും. ഓക്കെ, എല്ലാ പ്ലാന്റ്സിനും ഒരേ ക്വാളിറ്റീസാണ്, കോപ്പീസാണ് ഉണ്ടാവുക, എക്സാക്റ്റ് കോപ്പിയാണ് ഉണ്ടാവുക. ദെൻ ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നും ഡിസീസ് ഫ്രീ പ്ലാന്റ്സിന് ഉണ്ടാക്കാൻ പറ്റും. സീഡ്ലെസ് പ്ലാന്റ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പുതിയ ടെക്നിക്ക് അല്ലെങ്കിൽ അനദർ ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചറിലുള്ള സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ടിഷ്യൂ കൾച്ചറിൻ്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. ഫസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് സ്യൂട്ടബിൾ ന്യൂട്രിയൻ മീഡിയം. ഈ പ്ലാന്റിൻ്റെ സെല്ലിനെ, ടിഷ്യൂവിനെ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പാർട്ടിനെ, എക്സ്പ്ലാന്റിനെ കൾച്ചർ ചെയ്യാനുള്ള ന്യൂട്രിയൻ മീഡിയം ആദ്യം ഉണ്ടാക്കി വെക്കണം. ദെൻ ഐസൊലേഷൻ ഓഫ് എക്സ്പ്ലാന്റ്.
അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൽ നിന്ന് എക്സ്പ്ലാന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഷൂട്ട് ടിപ്പ് ആവാം, ലീഫിൻ്റെ ഒരു പീസ് ആവാം, അല്ലെങ്കിൽ റൂട്ടിൽ നിന്നാവാം, എവിടെന്നെങ്കിലും അതിന് സ്യൂട്ടബിളായ ഒരു എക്സ്പ്ലാന്റിനെ സെലക്ട് ചെയ്യുക. ദെൻ സർഫസ് സ്റ്റെറിലൈസേഷൻ ഓഫ് എക്സ്പ്ലാന്റ്. ഈ കളക്ട് ചെയ്ത എക്സ്പ്ലാന്റിനെ നമുക്ക് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യണം. അതിൻ്റെ പുറത്ത് വല്ല ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ വല്ല പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസോ ഉണ്ടെങ്കിൽ അതിനെ വാഷ് ഔട്ട് ചെയ്യണം. അതിനുള്ള പ്രൊസീജിയർ ചെയ്യുക. ദെൻ ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയാക്കിയ സർഫസ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ എക്സ്പ്ലാന്റിനെ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇനോക്കുലേഷൻ. അത് കംപ്ലീറ്റ്ലി അസെപ്റ്റിക്കായ കണ്ടീഷനിലാണ് ചെയ്യുക. ഒരു ലാമിനാർ എയർ ഫ്ലോ ചേംബറൊക്കെ ഉണ്ടാവും. ഒരു ടിഷ്യൂ കൾച്ചർ ലാബിന് വളരെ ബ്യൂട്ടിഫുള്ളായ എക്യുപ്ഡായ സെറ്റപ്പാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനോക്കുലേഷൻ ചേംബർ എന്ന് പറയുന്നൊരു ചേംബർ ഉണ്ട്. അതിനകത്ത് പോയിട്ട് നമ്മൾ സർഫസ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ എക്സ്പ്ലാന്റിനെ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, മീഡിയത്തിലേക്ക് മാറ്റും. ഈ പ്രോസസ്സിനെയാണ് ഇനോക്കുലേഷൻ എന്ന് പറയുക. ദെൻ ഇനോക്കുലേഷൻ നടത്തിയതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് ഡാറ്റാസൊക്കെ അത് ഒന്നുകിൽ വല്ല ബീക്കറിലോ ടെസ്റ്റ് ട്യൂബിലോ ബോട്ടിലോ ഒക്കെ ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഡാറ്റാസൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ഇൻക്യുബേഷൻ ചേംബറിലേക്ക് മാറ്റും. അവിടെ ലൈറ്റും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൺട്രോൾഡ് ആവും. ദെൻ ഹാർഡനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് അടുത്തത്. അപ്പോൾ ഇൻക്യുബേഷൻ കഴിഞ്ഞാൽ ഇതായി കാണുന്ന പോലെ കുറേ അധികം ടെസ്റ്റ് ട്യൂബുകളിൽ അല്ലെങ്കിൽ ബോട്ടിലുകളിൽ നമ്മൾ കൊടുത്ത പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആ മീഡിയത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ പ്ലാന്റ്സ് ഇങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പം ഓരോ സ്റ്റേജിൽ നമ്മൾ അതിനിങ്ങനെ മീഡിയം മാറ്റി കൊടുക്കണം. മീഡിയം മാറ്റുമ്പോൾ വീണ്ടും ആ മീഡിയത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അത് അബ്സോർബ് ചെയ്ത് മീഡിയം വീണ്ടും അതിനകത്ത് ന്യൂട്രിയൻസ് ഇല്ലാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ വീണ്ടും നമ്മൾ മീഡിയം മാറ്റി കൊടുക്കണം. ഇത് കണ്ടോ, ടെസ്റ്റ് ട്യൂബിനകത്തൊക്കെ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായ മണ്ണും ചെളിയൊന്നും ആവാത്ത നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ദെൻ ഇതിനകത്ത് വരുന്ന വേറൊരു സ്റ്റെപ്പാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഹാർഡനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ടിഷ്യൂ കൾച്ചർ ലാബിനകത്തൊരു ഗ്രോത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ പ്ലാന്റ്സിനെ നേരിട്ട് മണ്ണ് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ എന്താ പറയുക കൺട്രോൾഡ് കണ്ടീഷനിൽ വളർന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് വിൽറ്റ് ചെയ്തു പോകും. അതിന് ഗ്രാജുവലിയാണ് നമ്മളിങ്ങനെ മണ്ണിലേക്ക് കൊണ്ടുവരിക. ഒരു ഗ്രീൻ ഹൗസിലേക്ക്, പിന്നെ സോയിലിലേക്ക്, അങ്ങനെ പതുക്കെ അതിനെ റെഡിയാക്കി എടുക്കുന്ന പ്രോസസ്സാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാജുവലി ഇറ്റ് ഈസ് റെഡി ടു ഗ്രോ വിത്തിൻ നോർമൽ സോയിൽ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പിക്ചറാണ് ഇനോക്കുലേഷൻ ചേംബർ കേട്ടോ. ഇനോക്കുലേഷൻ ചേംബറിൽ നമ്മൾ സർഫസ് സ്റ്റെറിലൈസ്ഡ് എക്സ്പ്ലാന്റിനെ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണത്. അതിനകത്ത് ലാമിനാർ എയർ ഫ്ലോ ചേംബറൊക്കെ ഉണ്ടാവും, ചേംബർ കാണാം. അവിടെ വെച്ചിട്ടാണ് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇനോക്കുലേഷൻ ചെയ്യുക. അത്രയും സ്റ്റെറൈലായ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതിന് പകരം ആ മീഡിയത്തിൽ വല്ല ബാക്ടീരിയ ഒക്കെ ആവും ഗ്രോ ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ ഒരു മൈൽഡായിട്ട് എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി അതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ, എക്സ്പ്ലാന്റിലോ നമ്മൾ കയ്യിലോ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റിലോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ചെയ്യുന്നത് ബാക്ടീരിയ ഒക്കെ ആയിരിക്കും. പ്ലാന്റിൻ്റെ ഗ്രോത്ത് ആവില്ല നടക്കുക. ടിഷ്യൂ കൾച്ചറിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കൾച്ചറാണ് മെരിസ്റ്റം കൾച്ചർ. അപ്പോൾ മെരിസ്റ്റം കൾച്ചർ എന്താണെന്ന് വെച്ചാൽ എപ്പിക്കൽ മെരിസ്റ്റം ഓർ ആക്സിലറി ബഡ് യൂസ്ഡ് ആസ് എക്സ്പ്ലാന്റ്. ഓക്കെ, അതാണ് കൾച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, നിങ്ങൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി പ്ലാന്റ്സിന് റേസ് ചെയ്യാം. എവിടുന്ന്? ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്ന് ഹെൽത്തി പ്ലാന്റ്സിന് റേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസീസ്ഡ് ആയ ബനാന പ്ലാന്റ് ആണ്. അതിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റം നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് പുതിയൊരു ബനാന പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തു ടിഷ്യൂ കൾച്ചറിലൂടെ. പക്ഷേ ആ ഡിസീസ്ഡ് ആയ പ്ലാന്റിൽ നിന്നുണ്ടാക്കിയ പുതിയ ബനാനയ്ക്ക് ഒരു ഡിസീസും ഇല്ല. മനസ്സിലായോ? അപ്പോൾ വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ്, പാത്തോജൻസ് അറ്റാക്ക് ചെയ്യാത്തൊരു ഏരിയയാണ് മെരിസ്റ്റം. ആ മെരിസ്റ്റം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൾച്ചർ ചെയ്യുക. അപ്പോൾ അതിന് മെരിസ്റ്റത്തിൽ നിന്നുണ്ടായ ആ പ്ലാന്റിന് ഡിസീസ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. എപ്പിക്കൽ മെരിസ്റ്റവും ആക്സിലറി മെരിസ്റ്റവും ആണ് സാധാരണ യൂസ് ചെയ്യുക.
ഇനി അതിന് എക്സാമ്പിൾസ് ആണ് മെരിസ്റ്റം കൾച്ചർ വളരെ സക്സസ്ഫുൾ ആയി ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ബനാന, ഷുഗർ കെയിൻ, പൊട്ടറ്റോ എക്സെട്ര. ഇതിലൊക്കെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാലും അതിൽ നിന്ന് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഒരു ടേം ആണ് സോമ ക്ലോൺസ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ടിഷ്യൂ കൾച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, എല്ലാത്തിനും ഒരേ ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ ടിഷ്യൂ കൾച്ചറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ സോമ ക്ലോൺസ് എന്ന് പറയാം. സൊമാറ്റിക് സെൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദ പ്ലാന്റ്സ് produced are genetically identical to the original plant from where they are grown. ഏത് പ്ലാന്റിൽ നിന്നാണോ നമ്മൾ എക്സ്പ്ലാന്റ് കളക്ട് ചെയ്തത്, ആ എക്സ്പ്ലാന്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടായ പ്ലാന്റ്സ് എല്ലാം അതിൻ്റെ ഒറിജിനൽ പ്ലാന്റിനോട് വളരെ സിമിലർ, എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ, ഫോട്ടോകോപ്പി എടുത്ത പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുപോലെ ഉണ്ടാവും. They are genetically similar among themselves and also to the original plant. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സോമ ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനും പറ്റും. നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് വരുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളതാണ്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒരു അഡ്വാൻറ്റേജ് ആയി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ വാട്ട് ഈസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഹാവിങ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഇൻ സ്യൂട്ടബിൾ മീഡിയം. നോക്കൂ, രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, രണ്ട് പ്ലാന്റ്സ്, അതിൻ്റെ സെൽസ് എടുത്തിട്ട് ആ സെൽസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കാം. സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നിന്നും രണ്ട് സെൽസിനെ നമ്മൾ എടുത്തു, അതിൻ്റെ രണ്ടെണ്ണത്തിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ സെല്ലായിട്ട് മാറും. രണ്ട് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ സെല്ലായിട്ട് മാറും. ആ സിംഗിൾ സെല്ലിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും കൂടെ ഗുണങ്ങൾ അടങ്ങിയ പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് സൊമാറ്റിക് സെൽ. സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ ബോഡി സെൽസ് ആണ്, റീപ്രൊഡക്റ്റീവ് സെല്ലല്ല. ഫ്ലവറിൽ നിന്നല്ല എടുക്കുന്നത്, നമ്മൾ പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നാണ് സെല്ലെടുക്കുക. അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നോർമൽ ഹൈബ്രിഡൈസേഷനിലൂടെ ചെയ്യാൻ പറ്റാത്തത് ഇതിനകത്ത് പോസിബിൾ ആവും. പക്ഷെ അത് എല്ലാ എക്സ്പെരിമെൻറ്റ്സും സക്സസ്ഫുൾ ആവണമെന്നില്ല. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സിംഗിൾ സെൽ ഫ്രം പ്ലാന്റ്സ് ഐസൊലേറ്റഡ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നിന്നും ഓരോന്നും ഓരോ സെൽസ് ഐസൊലേറ്റ് ചെയ്യുക. സെൽ വോൾ ഓഫ് ദ സെൽ ഡൈജസ്റ്റഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് സ്യൂട്ടബിൾ എൻസൈംസ്. പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ടാവുമല്ലോ, ആ സെൽ വോളിനെ ഡൈജസ്റ്റ് ചെയ്യിക്കുക. അതിന് സ്യൂട്ടബിൾ എൻസൈം ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. സെല്ലുലേസ് പോലുള്ള എൻസൈം കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവും. ദെൻ അപ്പോൾ നമുക്ക് കിട്ടുന്നത്, സെൽ വോളും പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. രണ്ട് സെല്ലും ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ആയിട്ട് മാറി. ദെൻ ഇതിനെ രണ്ടിനെയും കൂടെ ഒരൊറ്റ കൾച്ചർ വെസലിലേക്ക് മാറ്റുക, ഒരൊറ്റ പാത്രത്തിലേക്ക്, പോട്ടിലേക്ക് മാറ്റുക. അതിനകത്തേക്ക് ഫ്യൂഷൻ ഇൻഡ്യൂസിങ് കെമിക്കൽസ്, പ്രോട്ടോപ്ലാസ്റ്റിനെ ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന കെമിക്കൽസ്, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. PEG, പോളിയെഥിലീൻ ഗ്ലൈക്കോൾ പോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാം. അങ്ങനെ ഈ പ്രോട്ടോപ്ലാസ്റ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. എന്നിട്ടുണ്ടാവുന്ന സെല്ലിനെ നമുക്ക് സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് പറയാം. ഈ സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലിനെ നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുക. ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ ആ സെല്ലിൽ നിന്നും പതുക്കെ പുതിയ ടിഷ്യൂസ് ഉണ്ടായി അതിനെ നമുക്കൊരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എക്സാമ്പിളാണ് പൊട്ടറ്റോയും ടൊമാറ്റോയും കൂടി ചേർന്ന പൊമാറ്റോ. അപ്പോൾ ആ പ്രൊസീജിയർ ഒന്നും കൂടെ നിങ്ങൾ ഈ പിക്ചറിനകത്ത് നോക്കിയേ. രണ്ട് സെൽസിനെ കണ്ടോ? ആ രണ്ട് സെൽസ് ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. അത് പൊട്ടറ്റോയുടെ സെല്ലും ടൊമാറ്റോയുടെ സെല്ലും ആണെന്ന് വിചാരിക്കുക. അതിനെ അവസാനം ഫ്യൂസ് ചെയ്യിപ്പിച്ചൊരു സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലുണ്ടായി. ആ ഹൈബ്രിഡ് സെല്ലിനെ ഇതുപോലെ കൾച്ചർ ചെയ്തെടുത്തിട്ട് സ്യൂട്ടബിൾ മീഡിയ ഒക്കെ കൊടുത്തിട്ട് ടിഷ്യൂ കൾച്ചർ ലാബിൽ വെച്ചിട്ട് കൾച്ചർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും പുതിയൊരു പ്ലാന്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൊമാറ്റോയുടെ ഉദ്ദേശം എന്താണ്? മുകളിൽ തക്കാളിയും താഴെ പൊട്ടറ്റോയും പറിക്കാൻ പറ്റണം. പൊട്ടറ്റോ, ടൊമാറ്റോ, മുകളിൽ ടൊമാറ്റോയും താഴെ ഒരേ പ്ലാന്റിൻ്റെ മുകളിൽ ടൊമാറ്റോയും താഴെ റൂട്ടിൽ പൊട്ടറ്റോയും പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്, അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഒരു പ്ലാന്റിൽ തന്നെ മാക്സിമം രണ്ട് ഭാഗം, എല്ലാ പാർട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഇല്ലാതെ ഒരു പ്ലാന്റിൽ തന്നെ. ഇങ്ങനെ കുറേ അധികം സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട്. എല്ലാം തന്നെ സക്സസ്ഫുൾ ആവണം എന്നില്ല. പക്ഷേ
പൊമാറ്റോ ഒക്കെ ഒറിജിനൽ പ്ലാന്റ് അങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിലും പഠിച്ചു വെക്കാം. ഇതിൽ SCPയും ടിഷ്യൂ കൾച്ചറൊക്കെ നിങ്ങളെ ഫോക്കസ് പോയിന്റിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 3rd ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു എൻ്റയർ ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് മനസ്സിരുത്തി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.